ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സന്ധ്യ നേരത്ത് ശ്രീജ വിളക്കെത്തിക്കുമ്പോൾ അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനോട് ശ്രീജ പറയാണ്, അച്ഛ വേദം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നത് വിളിച്ചു നോക്കിയില്ലേ? വിളിച്ചു നോക്കി, പക്ഷെ എടുക്കുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മാഷാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിക്കുകയാണ് കേട്ടോ. അത് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എവിടെ ചെന്ന് നോക്കും, ഇനിയിപ്പോൾ വീട്ടിലേക്ക് അങ്ങനെ പോയി കാണും. ചിലപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള മടിക്കായിരിക്കും. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ അതിനെ കൊത്തിപ്പറിക്കുമല്ലോ. ഒരിക്കലും ഞാൻ പറഞ്ഞതാണ് അതിനോട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുക്കണ്ട, ഒരിക്കലും നേടാൻ പറ്റാത്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ആ കുട്ടി ഇങ്ങോട്ട് വന്നത്, പാവം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുകയാണ് കേട്ടോ മാഷ്. പിന്നീട് കാണിക്കുന്നത് വിനായകൻ കോയമ്പത്തൂരിൽ നിന്ന് വന്നിട്ട് കുറേ ചിപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്താ ചിപ്സ് മാത്രമേ ഉള്ളൂ, പേടയും മൈസൂർ പാക്കൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ മേടിക്കുന്നില്ലേ എന്ന് പറയും കേട്ടോ. അത് ഈ വേഗം അത് അളമാരിലെടുത്ത് വെച്ച് ഇനിയിപ്പോൾ ആരും കണ്ടിട്ട് വരാമെന്ന് പറയാം കേട്ടോ. മുമ്പുണ്ടായിരുന്ന സ്റ്റോക്കൊക്കെ കഴിഞ്ഞാ എന്ന് ചോദിക്കുകയാണെ. മൈസൂർ പാക്കൊക്കെ നോക്കി, അതൊക്കെ വിനായകേട്ടനില്ലാത്തതുകൊണ്ട് ഞാനതൊക്കെ ഇന്ന് കഴിച്ചു. എന്നെ കാണാത്തതിൻ്റെ വിഷമത്തിന്. അതൊന്നുമല്ല, ആ വേദന ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ 1 കിലോ മൈസൂർ പാക്ക് നീ തിന്നാ? അതൊക്കെ ഞാൻ തിന്നു. എടി, നീ ഇങ്ങനെ മധുരം തിന്നിട്ടുണ്ടെങ്കിൽ തടിച്ചു കൊഴുത്ത് നിൻ്റെ സ്ലിം ബ്യൂട്ടി മാറിപ്പോകും എന്ന് പറയാൻ കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് എന്തായിരുന്നു കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, എന്തായാലും വേറെ ഇനി വരില്ല എന്ന് തോന്നുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നില്ല, അവൾ ഇങ്ങോട്ട് തന്നെ വരും എന്ന് വിനായകൻ പറയാണ് കേട്ടോ. അയ്യോ, അവൾ ഇങ്ങോട്ട് വരുമോ? അവൾ വന്നില്ലെങ്കിൽ അവളെ സാരിയൊക്കെ എനിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അടിപൊളി സെലക്ഷനാണ്. എടി, സാരിയൊക്കെ നിനക്ക് ആവശ്യത്തിന് ഞാൻ വാങ്ങിച്ചു തരില്ല, പിന്നെ എന്തിനാണ് നീ അതൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നത്? അല്ല, എന്നാലും അത് കണ്ടപ്പെടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചെന്നുള്ളൂ. അതൊക്കെ പാരമ്പര്യമാണ്. പിച്ച എടുക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ വിനായകൻ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രം ഉറങ്ങാൻ കിടക്കുന്നുണ്ടെങ്കിലും ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. വേദന ഓർമ്മകൾ തന്നെ മനസ്സിലേക്ക് വരികയാണ്. വന്നത് അന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർക്കാണ് കേട്ടോ. എന്നിട്ട് എഴുന്നേറ്റ് ഇരുന്നിട്ട് പറഞ്ഞു, ഈ വേതാളത്തിൻ്റെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വാതിൽ മുട്ടുന്ന നോക്കുമ്പോൾ ആരാ കടന്നു വന്നോന്ന് പറയട്ടോ. അപ്പോൾ ശ്രീജിയാണ് കേട്ടോ. വെള്ളജങ്ക് കൊണ്ടുവരികയാണ് കേട്ടോ. നീ വെള്ളജങ്ക് എടുക്കാണ്ടാണോ വന്നതെന്ന് ചോദിക്കട്ടോ. ഞാനത് മറന്നുപോയി ശ്രീജി എടുത്തി. സാധാരണ അമ്മ അല്ലെങ്കിൽ വേദയാണല്ലോ എടുത്തുകൊണ്ട് തരാറ്. എന്തേ, നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലേ? ഉറക്കം വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയട്ടോ. വേദ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ഇതുവരെയും എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ വന്നിട്ടില്ല. അവൾ നിനക്ക് ദേഷ്യമുണ്ടോ അവളോട് ചോദിക്കുക. എനിക്ക് ദേഷ്യമൊന്നുമില്ല, അവൾ പറഞ്ഞ സത്യമല്ലേ എടുത്തി. ഞാൻ ചെയ്ത കാര്യം അവൾ കണ്ടു, അതുമാത്രം അവൾ പറഞ്ഞിട്ടുള്ളൂ കോടതിയിൽ വെച്ചിട്ട്. പക്ഷേ അവളെ ദർശൻ വക്കീൽ കള്ളിയാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. എനിക്കറിയാം, എനിക്ക് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പേടിയായിരുന്നു മുഖത്ത് എന്ന് പറയട്ടോ. പേടിയോ? എന്തിന്? എനിക്കറിയില്ല. അവളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് ആർക്കും വായിച്ചെടുക്കാൻ പറ്റില്ല. അവൾ ചിന്തിക്കുന്നത് ഏതാണെന്ന് നമുക്കറിയ പോലുമില്ല എന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും ജാമ്യത്തിൽ ഇറങ്ങി ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ അവൾ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അതെയോ? ഞാൻ വിചാരിച്ച് നിന്നെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വരാഞ്ഞത്. അവളത് അങ്ങനെയൊന്നുമല്ല, അവൾ എന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ശ്രീജ പോകുകയാണ് കേട്ടോ. അതിന് ശേഷം പിന്നീട് വേദ ഇങ്ങനെ ഇരുന്ന് മനസ്സിലാലോചിക്കുകയാണ് കേട്ടോ. ദൈവമേ, ഒരു പെൺകുട്ടി ഇത്രയും ക്രൂരമായി കൊല ചെയ്തതിൻ്റെ പേരിലാണല്ലോ വിക്രം ആ ചെക്കനെ തല്ലി ചതച്ചതെന്ന് എനിക്ക് മനസ്സിലാകാതെ പോയല്ലോ. ഒരു വാക്കെങ്കിലും എന്നോട് പറയായിരുന്നില്ലേ വിക്രം എന്നിങ്ങനെ മനസ്സിലാലോചിക്കുകയാണേ. പിന്നീട് വിക്രം ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും അങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞു പോകുമ്പോഴേക്കും വേദ വന്ന് തട്ടി വിളിക്കുന്നതായിട്ട് ഓർക്കാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കാണ്. വേദയില്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല എന്നുള്ള രീതിയിൽ വിക്രം മാറാണ് കേട്ടോ. ചാടി എഴുന്നേറ്റിട്ട് വേഗം തന്നെ പോയിട്ട് ഫോൺ എടുത്തുകൊണ്ട് വരികയാണ്. ഫോൺ എടുത്തിട്ട് ബെഡിൽ വന്നിരുന്നിട്ട് വേദയ്ക്കൊന്ന് വിളിച്ച് നോക്കുന്നുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ് കേട്ടോ. നാശം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ അവിടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ദേഷ്യം വരികയാണ് കേട്ടോ വിക്രത്തിന്. വേദനെ വിളിച്ചിട്ട് വേദന ഫോൺ കിട്ടാത്തതിൽ അങ്ങനെ വീണ്ടും ഇങ്ങനെ ആലോചിച്ച് എന്നിരിക്കുകയാണ്. അതിന് ശേഷം പിന്നീട് വേദന കാണിക്കാൻ കേട്ടോ. അഭിലാഷ് വേദന അടുത്ത് വന്നിട്ട് ഒരു കുപ്പി വെള്ളം കൊണ്ടുവരികയാണ്. വായിലൊക്കെ തുണി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തുണിയൊക്കെ മാറ്റിയിട്ട് വെള്ളം ഇങ്ങനെ വായിലേക്ക് കുത്തി ഒഴിക്കുകയാണ് കേട്ടോ. മേത്തൊക്കെ പോകുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ശ്വാസം കിട്ടാൻ പറ്റാത്ത പോലെ വേദ തിരിയുന്നുണ്ട്. പക്ഷേ ഒരു ജാതി ക്രൂരമായ നോട്ടത്തോട് കൂടിയിട്ട് വീണ്ടും വായിലൊക്കെ തുണി കുത്തി കയറ്റി വെച്ച് അഭിലാഷ് അവിടെ നിന്ന് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ മാഷ് തൊടിയിൽ നിന്ന് വരുമ്പോൾ മാഷ് എന്താ നേരം വൈകിയെന്ന് കമലാമ്മ ചോദിക്കുന്നു. തൊടിയിൽ തടെടുക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ വാഴയ്ക്ക് തടെടുക്കുന്നത് പോലെ തടെടുക്കുള്ളൂ. എന്നാൽ മാഷ്ക്ക് ഞാൻ കഞ്ഞി തരട്ടേന്ന് ചോദിക്കും. ശരി, കഞ്ഞി തായോ എന്ന് പറയും. അപ്പോഴേക്കും വിഷം വരാൻ കേട്ടോ. അമ്മേ, ഞാൻ അറിഞ്ഞിട്ട് അമ്മയെന്ന് പറയട്ടോ. അപ്പോൾ മാഷ് വിഷം അന്നവിടെ നിന്നേന്ന് പറയട്ടോ. അപ്പോൾ എന്താ അച്ഛാ എന്ന് ചോദിക്കും. അല്ല, നീ പോകുന്ന വഴിക്ക് ആ ശങ്കരനാരായണൻ്റെ വീട്ടിലൊന്ന് കയറൂ. എന്തിനാ അച്ഛാ?
എന്തായാലും വേദം ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, അവിടെ ഉണ്ടോയെന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ എന്ന് പറയാണ്. അപ്പോഴേക്കും നന്ദിനി വരും കേട്ടോ. നന്ദിനി എന്തിന്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളെന്തിനാണ് അവിടെ പോയി അന്വേഷിക്കുന്നത്, അതിൻ്റെ കാര്യമൊന്നുമില്ല. വിശ്വേട്ടൻ വെറുതെ ജോലിക്ക് പോക്കോ, വെറുതെ എന്തിനാണ് അവിടെ ചെന്ന് നാണം കെടുന്നത്, അവിടെ ഉള്ളവർ വിശ്വേട്ടനെ നാണം കെടുത്തി പറഞ്ഞയക്കുകയുള്ളൂ. അവൾക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള നാണക്കേട് കൊണ്ട് തന്നെയാണ് വന്നത്. എന്തായാലും നോക്കിക്കോ, അവൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അവൾ ഇങ്ങോട്ട് തന്നെ വരും നാണമില്ലാതെ എന്ന് പറയട്ടോ. വിശ്വേട്ടൻ അതിനൊന്നും നിൽക്കണ്ട എന്ന് പറയും. അപ്പോൾ വിശ്വൻ അങ്ങനെ അച്ഛനോട് ചോദിക്കും, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മാഷൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ കമലാൻ പറയും, അത് നന്ദിനി പറഞ്ഞതിൽ കാര്യമുണ്ട് വിശ്വ, നീ ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണ്ട, വെറുതെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്, പിന്നെ നമ്മളാരും വിളിച്ചിട്ടല്ലല്ലോ അവൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയട്ടോ. അപ്പോൾ നന്ദിനി അത് തന്നെ എന്ന് പറയട്ടോ. അപ്പോൾ കമലാമ്മനെ മാഷ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കമലാമ്മ പറയും, നമ്മളാരും വിളിച്ചിട്ടല്ല അവൾ ഇങ്ങോട്ട് വന്നത്, അതുപോലെ തന്നെ വന്നതുപോലെ അവൾ പോയി, ഇനിയിപ്പോൾ ഇഷ്ടമുള്ളപ്പോൾ വരട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ ശരി, ഞാൻ പോട്ടെ അച്ഛാന്ന് പറയട്ടോ. വേഗം തന്നെ വിശ്വേട്ടൻ വേഗം പോകാൻ നോക്ക്, കറക്റ്റ് സമയത്തിന് ജോലിക്ക് എത്താൻ നോക്കുക, അല്ലാതെ അവളൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ഒരു കാര്യം വിശ്വേട്ടനില്ല. അവൾ പേടിച്ച് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വരാത്ത. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, നന്ദിനി നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്, ഒരിക്കലും വേദ അങ്ങനെയൊന്നും ചെയ്യൂല, അതിൻ്റെ ആവശ്യം വേദയ്ക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രീജ. അപ്പോഴും മാഷാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഇടയിൽ കയറി സംസാരിച്ചുകൊണ്ട് തന്നെ നിൽക്കാണ് കേട്ടോ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് വിശ്വത്തിനോട്, വേണ്ട വിശ്വം, നീ എന്തായാലും അവിടേക്ക് പോകണ്ട, വെറുതെ എന്തിനാണ് അവിടെയൊക്കെ ചെന്ന് അവളെ അന്വേഷിക്കുന്നത്, അവളായിട്ട് വന്നു അവളായിട്ട് പോയി, അത്രയും മാത്രം എല്ലാവരും കരുതിയാൽ മതി എന്നൊക്കെ പറയട്ടോ. മാഷക്ക് കമലാമ്മയുടെ വർത്താനം കേട്ടിട്ട് അത്ഭുതം തോന്നാണ് കേട്ടോ. അങ്ങനെ വിശ്വൻ അവിടെ നിന്ന് പോകട്ടോ. അപ്പോൾ കമലാമ്മനെ മാഷ് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, കമലേ ഇത്രയൊക്കെ സംസാരിക്കാറായില്ലേ അവൾ എന്ന് ചോദിക്കാൻ കേട്ടോ നന്ദിനിനെ. കമലാമ്മ ഒന്നും മിണ്ടുന്നില്ല. മാഷാണെന്നുണ്ടെങ്കിൽ കഞ്ഞി കുടിച്ചും തുടങ്ങിയിട്ടോ. അങ്ങനെ വിശ്വം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രീജ പിന്നിൽ കൂടെ വരാൻ കേട്ടോ. അതെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് വിശ്വേട്ടനൊരു കാര്യം വേദന വീട്ടിലൊന്ന് പോയി സംസാരിക്കുന്ന നോക്ക്, അവളവിടെ ഉണ്ടോയെന്ന്. അപ്പോൾ വിശ്വം പറയും, ഇപ്പം തന്നെ നേരം വൈകി, അവിടെ വരെ ഒന്ന് കയറി പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും വിക്രം വരാൻ കേട്ടോ. വിക്രം വന്നിട്ട് ചോദിക്കും, എന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച, അല്ല അത് പിന്നെ ഇവള് ഞാനൊന്നും പറഞ്ഞില്ല, പറയ് എന്താണെന്ന് ഞാൻ അറിയട്ടെ എന്ന് പറയട്ടോ. അതെ ഇവളല്ല, സത്യത്തിൽ അച്ഛനാണ് പറഞ്ഞത് വേദന വീട്ടിലൊന്ന് പോയി അന്വേഷിക്കാൻ, അതിൻ്റെ ആവശ്യമില്ല വിശ്വേട്ടൻ എന്തായാലും വേദന വീട്ടിലേക്ക് പോകണ്ടെന്ന് വിക്രം പറയട്ടോ. ശ്രീജ പറയുന്നുണ്ട്, അല്ല വിക്രം ഇവിടേക്ക് വന്നിട്ടില്ല, അപ്പോൾ എന്തായാലും അവിടെ ഉണ്ടോയെന്ന് വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ, അവൾ അങ്ങനെ അവിടേക്കൊന്നും പോകില്ല ശ്രീജ അടുത്തി, എനിക്ക് നല്ല ഉറപ്പുണ്ട്, അങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാതെ ഓടിച്ചോടി പോകുന്നവളല്ല അവൾ. അപ്പോൾ പിന്നെന്താ അവൾക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കണം. അറിയില്ല, എന്തായാലും അവൾ അവിടെ ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ ശ്രീജ പറയുന്നു, അയ്യോ വിക്രം എനിക്ക് പേടിയാവുന്നു വിക്രം, വേദയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ, അതൊന്നും എനിക്കറിയില്ല ശ്രീജ അടുത്തി, എന്തായാലും അവൾ അങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരിടത്തേക്ക് പോകുന്ന ആളല്ല അവൾ എന്ന് പറയട്ടോ. അപ്പോൾ അതും പറഞ്ഞ് വിക്രം അകത്തേക്ക് കയറി പോകും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാജേട്ടനും ജോസഫും സജീവനും കൂടിയിട്ട് ഇങ്ങനെ റീത്തും കൊണ്ടുവരാണ് കേട്ടോ. അപ്പോഴാണ് വിക്രം അവിടേക്ക് വരുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിൽ റീത്തിരിക്കണ കാണുമ്പോൾ വിക്രം ചോദിക്കുന്നത്, എന്താ അത് റീത്തൊക്കെ ആരാ മരിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ നീയൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയും. അന്നേരം ജോസഫ് പറയുന്നുണ്ട്, ജോസഫല്ല രാജേട്ടൻ പറയാണ്, അതെ നമ്മുടെ ജീന പോയി എന്ന് പറയട്ടോ. അത് കേട്ടോട് കൂടിയിട്ട് വിക്രം ആകെ ഞെട്ടി ധരിക്കുകയാണ് കേട്ടോ. രാജേട്ടാ എന്തീ പറയുന്നത്, അത് ഇന്നലെ ലോറി ഇടിച്ചിട്ട് വണ്ടിമേലടിച്ചിട്ടാണ്, വണ്ടിമേലടിച്ചിട്ടല്ല എന്ന് ജോസഫ് പറയാൻ കേട്ടോ. വേറെ ഒരു ലോറി വന്ന് മേത്തിടിച്ചിട്ട് മരിച്ചതാണെന്ന് പറയട്ടോ. അപ്പോൾ നിങ്ങളൊരു വാക്കുപോലും എന്നെ അറിയിച്ചില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ രാജേട്ടൻ പറയും, നീ കേസും കോടതിയൊക്കെ ആയിട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് അടക്കം കഴിഞ്ഞതിന് മുമ്പ് നിന്നെ വീട്ടിൽ വന്ന് വിവരം അറിയിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് അവരുടെ അടുത്തേക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറയും. ശരി നിങ്ങൾ പൊക്കോ, ഞാൻ എന്തായാലും വണ്ടിയിൽ വരാമെന്ന് പറയാം കേട്ടോ. ശരി എന്നാൽ നിങ്ങൾ വായെന്ന് പറഞ്ഞിട്ട് അവരെ പോകാണ് കേട്ടോ. നമ്മളെ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരും അവിടേക്ക് വരികയാണ് കേട്ടോ. ജീനയുടെ അമ്മ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, രാധ ഇരുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. വിക്രം അവിടേക്ക് വരുന്നുണ്ട്. വിക്രം ജീനനെ ഇങ്ങനെ നോക്കി തന്നെ കുറച്ച് സമയം നിന്നിട്ട് വിക്രത്തിനെ ജീനനെ നോക്കി നിൽക്കാനുള്ള ഒരു ഇത് വരുന്നില്ല. അങ്ങനെ തന്നെ അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. രാധ പിന്നിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ. രാധ ഇങ്ങനെ കരയുന്ന കാണുമ്പോൾ വിക്രം പറയുന്നുണ്ട്, രാധേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ വിഷമം. ഇല്ല വിക്രമേട്ടാ, ആർക്കും അറിയില്ല അവൾ എനിക്ക് ആരായിരുന്നു എന്ന്. എൻ്റെ മനസ്സ് ചത്തിരുന്ന സമയത്തൊക്കെ എന്നെ ജീവൻ വെപ്പിച്ചിരുന്നത് അവളാണ്.
അവളില്ലാതെ വേറെ ആരുണ്ട് എനിക്ക്, ഇനിയിപ്പോൾ അതിനും ആളില്ലാതായി എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കറിയാണ് കേട്ടോ. അപ്പോൾ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടം വരികയാണ്. വിക്രമാണെന്ന് വെച്ചാൽ രാധയോട് പറയുന്നുണ്ട്, രാധേ നീ വിഷമിക്കാതെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രം തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ ആംബുലൻസ് വരികയാണ് കേട്ടോ. അപ്പോൾ വിക്രം വണ്ടി സ്റ്റാർട്ട് ചെയ്തിങ്ങനെ കൂടിയിട്ട് ആംബുലൻസ് കാണുമ്പോൾ വീണ്ടും അവിടെ തന്നെ നിർത്തി ആ ആംബുലൻസിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദനയാണ് കേട്ടോ. വേദ ഇങ്ങനെ തളർന്ന് കിടന്ന് ഉറങ്ങുന്നത് ഭാഗം കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.